ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇടതുവശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി വലതുവശത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് ദിതീഷ്. ഗവൺമെൻറ് ITI മലമ്പുഴ മെക്കാനിക് ട്രാക്ടർ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. ഇന്നിവിടെ നോക്കുന്നത് ഒരു ട്രാക്ടറിൽ വരുന്ന എക്സോസ്റ്റ് സിസ്റ്റം എന്താണെന്നും അവയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ പ്രവർത്തനവും അവയുടെ ആവശ്യകതകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യമായി എക്സോസ്റ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. എഞ്ചിനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അഥവാ എഞ്ചിൻ സിലിണ്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന കത്തിക്കരിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസസിനെ ശേഖരിക്കുകയും അവയെ ആവശ്യാനുസരണം പുറന്തള്ളപ്പെടുകയും ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ഈ പറയുന്ന എക്സോസ്റ്റ് സിസ്റ്റം. എക്സോസ്റ്റ് സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, എക്സോസ്റ്റ് വാൾവ്, എക്സോസ്റ്റ് പോർട്ട്, എക്സോസ്റ്റ് മാനിഫോൾഡ്, ടർബോചാർജർ ആൻഡ് മഫ്ലർ. ഇതൊരു ട്രാക്ടറിൽ വരുന്ന ഒരു എക്സോസ്റ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്സുകളാണ്. എക്സോസ്റ്റ് മാനിഫോൾഡ് എക്സോസ്റ്റ് വാതകങ്ങളുടെ വളരെ സുഗമമായ പുറന്തള്ളപ്പെടലിനായി ഇവ സഹായിക്കുന്നു. വിവിധ സിലിണ്ടറുകളുടെ എക്സോസ്റ്റ് പോർട്ടുകളിൽ നിന്നും എക്സോസ്റ്റ് വാതകങ്ങളെ ശേഖരിക്കുകയും അവ ഇരുവശങ്ങളിൽ നിന്നും സെൻട്രലിൽ വരുന്ന ഒരു സെൻട്രൽ എക്സോസ്റ്റ് പാസേജിലേക്ക് ഇവയെ കടത്തിവിടുകയും ചെയ്യുന്നു. ഇത്തരം എക്സോസ്റ്റ് മാനിഫോൾഡുകൾ കൂടുതലായും കാസ്റ്റ് അയൺ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കാറുള്ളത്. എക്സോസ്റ്റ് സ്ട്രോക്കുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഇത്തരം എക്സോസ്റ്റ് മാനിഫോൾഡുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബാക്ക് പ്രഷർ മിനിമത്തിൽ നിലനിർത്തുവാൻ ഇതുമൂലം സാധിക്കുന്നു. അതായത് ചിത്രത്തിലേതുപോലെ എക്സോസ്റ്റ് മാനിഫോൾഡുകളെ രണ്ടോ അതിലധികമോ ശാഖകളായിട്ട് വിഭജിച്ചാണ് നിർമ്മിക്കാറുള്ളത്. ആയതുകൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് സിലിണ്ടറുകളിൽ നിന്നും ഏതെങ്കിലും ഒരു ശാഖയിലേക്ക് എക്സോസ്റ്റ് ഗ്യാസസിന് പുറന്തള്ളപ്പെടുന്നില്ല. ടർബോചാർജറുകൾ എഞ്ചിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡിലാണ് ടർബോചാർജറുകൾ ഘടിപ്പിക്കാറുള്ളത്. ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവയിൽ ടർബൈൻ ഹൗസിംഗ്, അതുപോലെ കംപ്രസർ ഹൗസിംഗ് എന്നീ ഓരോ ഹൗസിങ്ങുകൾ വീതമുണ്ട്. ഈ ഹൗസിങ്ങിനകത്തായി ടർബൈൻ വീൽ, കംപ്രസർ വീൽ എന്നീ ഓരോ വീലുകളും കൊടുത്തിരിക്കും. ഈ ഓരോ വീലുകളും പരസ്പരം ഒരു ഷാഫ്റ്റിൻ്റെ സഹായത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഒരു ടർബോചാർജർ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. എക്സോസ്റ്റ് ഗ്യാസസ് ടർബൈൻ ഹൗസിങ്ങിലേക്ക് പ്രവേശിച്ച് ടർബൈൻ വീലിനെ കറക്കുന്നു. ഇതുമൂലം കംപ്രസർ ഹൗസിങ്ങിലെ കംപ്രസർ വീലിനെയും കറങ്ങാൻ സഹായിക്കുന്നു. കംപ്രസർ ഹൗസിങ്ങിലെ ഇൻലെറ്റ് എയർ ക്ലീനറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ കംപ്രസർ ചെയ്ത വായു കംപ്രസർ ഔട്ട്ലെറ്റിലൂടെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന വായു എൻജിൻ സിലിണ്ടറിലേക്ക് വിതരണം ചെയ്യുന്നു. വായുവിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അതിനാൽ കൂടുതൽ ഇന്ധനം കത്തുവാൻ ഇവ സഹായിക്കുന്നു. ഇത് എൻജിൻ്റെ പവർ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ടർബോചാർജറുകൾ എൻജിൻ്റെ വോളിമെട്രിക് എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് ഹോഴ്സ് പവർ വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. എന്താണ് ടർബോചാർജറുകൾ എന്ന് നോക്കി. താഴത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ടർബോചാർജർ ഔട്ട്ലെറ്റിനും
എൻജിൻ ഇൻലെറ്റിനും മധ്യേ ഇൻ്റർകൂളർ എന്നൊരു പാർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അത്തരം ഡിവൈസിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. കംപ്രസർ ഹൗസിങ്ങിൽ വെച്ച് കംപ്രസ് ചെയ്യപ്പെടുന്ന എയർ ചൂടാവുകയും അതുമൂലം അത്തരം എയറുകൾ വികസിക്കുകയും ചെയ്യുന്നു. ഈ എയർ എഞ്ചിനകത്ത് വരികയാണെങ്കിൽ എഞ്ചിൻ്റെ തെർമൽ ലോഡിങ്ങിന് വിധേയമാക്കുകയും അതുവഴി തെർമൽ എക്സ്പാൻഷന് കാരണമാവുകയും ചെയ്യുന്നു. ആയതിനാൽ എഞ്ചിൻ ഭാഗങ്ങളുടെ ഘർഷണം വർദ്ധിച്ച് എഞ്ചിൻ ഭാഗങ്ങൾ കേടുവരുന്നതിനും എഫിഷ്യൻസി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. ഇത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ടർബോ ചാർജറുകൾ പുറന്തള്ളപ്പെടുന്ന വായുവിനെ തണുപ്പിക്കുന്ന വഴി വായുവിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇൻ്റർകൂളറുകൾ. ഈ പറയുന്ന പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനുകളിലും ഇത്തരം ടർബോ ചാർജറുകൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. രണ്ട് തരം ടർബോ ചാർജറുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് ഫിക്സഡ് ജിയോമെട്രിക് ടർബോ ചാർജർ അല്ലെങ്കിൽ FGT. അടുത്തത് വേരിയബിൾ ജിയോമെട്രി ടർബോ ചാർജർ ഓർ VGT. ആദ്യത്തെ ഫിക്സഡ് ജിയോമെട്രി ടർബോ ചാർജർ എന്താണെന്ന് നോക്കാം. ഇത്തരം ടർബോ ചാർജറുകൾ സാധാരണ ഒരു ടർബോ ചാർജർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന് നോക്കാം. ഇതിൽ ഒരു ടർബൈൻ വീലും ഒരു കംപ്രസർ വീലും ഒരു ഷാഫ്റ്റിൻ്റെ സഹായത്താൽ ഘടിപ്പിച്ചിരിക്കുന്നു. ടർബൈൻ ഇൻലെറ്റിന് എൻജിൻ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് എക്സോസ്റ്റ് ഗ്യാസസ് ലഭിക്കുന്നു. ഇത് ടർബൈൻ വീലിനെ തിരിക്കുവാൻ സഹായിക്കുന്നു. ഈ കറക്കം കംപ്രസറിനെ ഷാഫ്റ്റ് മുഖേന ഡ്രൈവ് നൽകുന്നു. ഇങ്ങനെ എയറിനെ കംപ്രസ് ചെയ്യുകയും ഉയർന്ന മർദ്ദത്തിൽ എഞ്ചിൻ്റെ എയർ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി വായുവും ഇന്ധനവും സിലിണ്ടറിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു FGT പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് എഞ്ചിനിൽ പ്രവേശിക്കുന്ന കംപ്രസ് ചെയ്ത വായുവിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു വേസ്റ്റ് ഗേറ്റ് വാൾവ് കൊടുത്തിരിക്കും. ഇത് എഞ്ചിനുകളുടെ വേഗതയെ ആശ്രയിച്ച് ടർബോ ഔട്ട്പുട്ട് നിയന്ത്രിക്കുന്നു. സാധാരണയായി ടർബോ ചാർജറുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇത്തരം വേരിയബിൾ ജിയോമെട്രി ടർബോ ചാർജറുകളും പ്രവർത്തിക്കുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ എഞ്ചിൻ അസലറേറ്റ് ചെയ്യുമ്പോൾ ടർബൈൻ ഹൗസിങ്ങിൻ്റെ ജിയോമെട്രിയിൽ വരുന്ന വേരിയേഷൻ ടർബോൻ്റെ ആസ്പെക്റ്റ് റേഷ്യോ അതിൻ്റെ നിശ്ചിത പരിധിയിൽ പരമാവധി നിലനിർത്തുവാൻ കഴിയുകയും ഇക്കാരണത്താൽ വേരിയബിൾ ജിയോമെട്രിക് ടർബോ ചാർജറിൻ്റെ കുറഞ്ഞ അളവിലുള്ള ലാഗിനും കുറഞ്ഞ ബൂസ്റ്റിംഗ് പരിധിക്കും ഹയർ സ്പീഡിൽ ഉയർന്ന കാര്യക്ഷമത എന്നിവ പ്രദാനം ചെയ്യാനും ഇതുമൂലം സാധിക്കുന്നു. മഫ്ലറുകൾ അഥവാ സൈലൻസർ ഇവ ഉപയോഗിച്ചുകൊണ്ട് എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും വരുന്ന എക്സോസ്റ്റ് ഗ്യാസസിൻ്റെ പ്രഷർ കുറയ്ക്കുന്നത് മൂലം പുറന്തള്ളപ്പെടുന്ന എക്സോസ്റ്റ് ഗ്യാസസിൻ്റെ സൗണ്ടും കുറയ്ക്കുന്നു. മഫ്ലറിൻ്റെ ഘടന എന്നുള്ളത് നിരവധി അറകൾ അഥവാ ചേമ്പേഴ്സ് ഉൾപ്പെട്ടവയാണ്. ആദ്യ ചേമ്പറിനെ അപേക്ഷിച്ച് അടുത്തടുത്ത് വരുന്ന ചേമ്പറുകളുടെ വലിപ്പം വളരെ കൂടുതലായിരിക്കും. ആയതിനാൽ ഇതിലൂടെ സഞ്ചരിക്കുന്ന എക്സോസ്റ്റ് ഗ്യാസ് വികസിക്കുകയും ഇങ്ങനെ മഫ്ലറിൻ്റെ അറ്റത്തുള്ള ടെയിൽ പൈപ്പ് വഴി എക്സോസ്റ്റ് ഗ്യാസ് അന്തരീക്ഷത്തിലോട്ട് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. മഫ്ലറുകൾ സാധാരണയായി 2 മൗണ്ടിംഗ് പൊസിഷൻസിലാണ് ഫിറ്റ് ചെയ്യാറുള്ളത് ട്രാക്ടറുകളിൽ. വെർട്ടിക്കൽ പൊസിഷനും മറ്റൊന്ന് ഹോറിസോണ്ടൽ പൊസിഷനിലും. നാം ഇന്ന് വെർട്ടിക്കൽ പൊസിഷൻ രീതിയാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത്. ഇത്തരം
മൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയുന്നു. ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ എഞ്ചിനിൽ നിന്നും വരുന്ന എക്സോസ്റ്റ് ഗ്യാസസ് വാഹനത്തിൽ വലതുവശത്തോ വാഹനത്തിൻ്റെ പുറകിലേക്കോ പുറന്തള്ളപ്പെടാവുന്നതാണ്. ഇത്തരം മഫ്ലറുകൾ അല്പം ചരിച്ച് ഒരു നിശ്ചിത ചരിവിൽ താഴോട്ട് അഥവാ നിലത്തെ ആസ്പദമാക്കിയാവും ഫിറ്റ് ചെയ്യുക. പക്ഷെ ഒരു കാരണവശാലും നിലത്തു നിന്നുള്ള പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുവാൻ കാരണമാവരുത്. വെർട്ടിക്കൽ പൊസിഷനിൽ ഫിറ്റ് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസസ് ഡ്രൈവറിലേക്ക് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനായി ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെ വെർട്ടിക്കൽ മൗണ്ടിംഗ് സ്ഥാനത്തിൻ്റെ ഉയരം നിശ്ചിത അളവിൽ കൂടുതലായിരിക്കും. മാത്രമല്ല മഴവെള്ളം തടയുവാനായി ഇത്തരം ടൈൽ പൈപ്പിൻ്റെ മുകളിലായി ഒരു ക്യാപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കും. മഫ്ലറിൻ്റെ താഴെയുള്ള ബെൻഡിൽ ഒരു ഹോള് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ഇതിനകത്ത് കയറുന്ന വെള്ളം മറ്റു പൊടിപടലങ്ങളും പുറന്തള്ളപ്പെടുവാൻ ഇത് സഹായമാകുന്നു. എന്നാൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന കൺവെർട്ടർ ടൈപ്പ് പൈപ്പിന് മുകളിൽ ക്യാപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ ക്യാപ്പിന് പകരം ഒരു സ്പാർക്ക് അറസ്റ്റർ എന്ന ഡിവൈസാണ് ടൈൽ പൈപ്പിൻ്റെ അവസാന ഭാഗത്ത് ഇത്തരം കൺവെർട്ടർ ടൈപ്പിൽ ഘടിപ്പിക്കാറുള്ളത്. കെയർ ഓഫ് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം. ഇനി പറയുന്ന പരിചരണം എക്സോസ്റ്റ് അല്ലെങ്കിൽ ഇൻടേക്ക് സിസ്റ്റത്തിൻ്റെ ശരിയായ രീതിയിലുള്ള സംരക്ഷണത്തിന് സഹായിക്കുന്നു. ഒരു നിശ്ചിത ഇൻ്റർവെൽ ടൈമിൽ ഇൻടേക്ക് അല്ലെങ്കിൽ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ എയർ ലീക്ക് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് നെട്ടുകൾ അല്ലെങ്കിൽ ഹോസ് ക്ലാമ്പുകൾ ലൂസ് എന്നിവ മൂലമുണ്ടാകുന്ന ലീക്കേജസുകൾ ഉണ്ടോ എന്ന് ഒരു നിശ്ചിത ഇൻ്റർവെല്ലുകളിൽ നാം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അടഞ്ഞ മഫ്ലർ എക്സോസ്റ്റ് പൈപ്പ് അല്ലെങ്കിൽ ടൈൽ പൈപ്പ് പിസ്റ്റണുകളിൽ ബാക്ക് പ്രഷറിനും പവർ നഷ്ടത്തിനും കാരണമാകുന്നു. ആയതിനാൽ നിശ്ചിത സർവീസ് ഇൻ്റർവെല്ലുകളിൽ ഇവ ക്ലീൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അമിതമായ കാർബൺ നിക്ഷേപം ഇതിനകത്തുണ്ടാവുകയാണെങ്കിൽ എൻജിൻ ഓവർ ഹീറ്റിങ്ങിനും കാരണമാവാറുണ്ട്. In a standard 4-stroke diesel engine, air is forced into the cylinder by atmospheric pressure. This is the reason why this kind of engine is known as a naturally aspirated engine. At times of high RPM, for example on the highway, the atmospheric pressure will not push enough air into the cylinder. Consequently, the engine cannot run efficiently. Here, the turbocharger comes into play. A standard turbo, as it is used in boats, airplanes and cars, is composed of a shaft with a turbine wheel on one end and a compressor wheel on the other end. The turbine wheel and the compressor wheel may look the same and are covered by a housing. The exhaust gas produced by the engine enters the turbine housing through the inlet port. At that point, thermal energy is converted into kinetic energy because of the constriction in the turbine. Consequently, the turbine is driven by kinetic energy. As the turbine wheel and compressor wheel share the same shaft, the compressor wheel spins at the same speed as the turbine wheel. Consequently, the compressor wheel draws in air and compresses it. Then, the air passes through the outlet port and supplies the engine with oxygen. Let's have a look at the turbo and other components to have a better idea of the principle at work. The exhaust gas enters the turbine through the inlet port, drives the turbine wheel, and exits the turbine through the outlet port. Hereby, the compressor wheel draws in air, compresses the air, and pushes it to the engine. Engines that have a turbo are known as turbocharged engines. A turbo only works efficiently if other components are part of the entire system. We need, for example,
an intercooler because the air heats up when it's compressed. So the intercooler will cool down the hot air coming from the compressor, ensuring that more oxygen reaches the engine. That makes the engine much more efficient. Furthermore, a valve, which is also known as a wastegate, is used to divert exhaust gas away from the turbine when too much exhaust gas is produced by the engine. So it limits the rotational speed of the turbine wheel and consequently the compressor wheel so that the turbocharger won't be damaged.